ഹായ്, പുതിയ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എൻ്റെ ട്രെയിലറിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ എന്തോ നടക്കുന്നത്, മീഡിയക്കാരൊക്കെ ഇപ്പോൾ എന്തോ ചെയ്യുന്നത്, ഇപ്പോൾ അമ്മ എന്തോ ചെയ്യുന്നത്, അപ്പോൾ അതേപോലെയുള്ള ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു പരാമർശമാണ് ജയസൂര്യയെ പറ്റി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ജയസൂര്യയെ പറ്റി പറയുന്നത്, ജയസൂര്യയെ ആ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അത് ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. പിന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ലെനയുടെ എന്നിട്ടൊരു അമ്മയുടെ ഓഫീസിൽ കയറി പോകുന്ന സമയത്ത് ലെനയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വൈറലായ വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടിട്ട് അതിനകത്ത് മണിയമ്പിള്ള രാജുവിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും ഒരു ഇതുണ്ടായിരുന്നു, ഒരു വീഡിയോ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നോക്കിയപ്പോഴേ അറിയാം, അതെന്ന് പറഞ്ഞാൽ ഒരു ഞരമ്പ് രോഗികളുടെയൊക്കെ ഒരു സ്വഭാവമാണ്. കാരണം അത് അവരുടെ ഒരു ക്യാരക്ടർ അറിയാതെ വെളി വരുന്നതാണ്. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പം മനസ്സിലായി ഇവർ രണ്ടുപേരും ഒരു ഇതാക്കുക. കാരണം ഒരു ലേഡിയാണ് അടുത്ത് നിൽക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇടവേള ബാബു ഇടയ്ക്കൂടെ കയറുന്നതും മറ്റേ മണിപ്പിള്ള രാജു സൈഡിൽ നിൽക്കുന്ന ആക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ ഒരു പല വീഡിയോ ആയിട്ട് തോന്നി. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. ദ ഗോട്ട് തളപതി വിജയുടെ 68ാമത്തെ സിനിമയാണ്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് വലിയ വാവ് ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇത് സാധാരണ ഒരു വിജയുടെ ഒരു മസാല പടങ്ങളുണ്ടല്ലോ, ആ ഒരു പടങ്ങളായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഇതിനകത്തൊരു സ്പൈ ഏജൻ്റ് ആയിട്ടാണ് വിജയ് വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പടങ്ങളൊക്കെ ചെയ്യുമ്പം, അതായത് ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് സിനിമ ഇറങ്ങിയിട്ടില്ല, 5-ാം തീയതിയാണ് സിനിമ ഇറങ്ങുന്നത്. സിനിമ കണ്ടിട്ട് ബാക്കി നമുക്ക് അന്നേരം റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്നേരം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു തമിഴ് മസാല പടമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് സ്പൈ ആയിട്ടൊക്കെ വരുമ്പോൾ ഇതേപോലെ പാസങ്ങൾ, ഫാമിലി പാസങ്ങൾ ഇതുപോലെയൊക്കെ കൂടുതൽ കയറ്റി കുളമാക്കിയതിൻ്റെ വിട്ട ട്രെയിലർ എനിക്ക് തോന്നിയത്. വിജയുടെ പടമാകുമ്പോൾ സാധാരണ പുള്ളി എല്ലാ പടം കൂടി മിക്സ് ചെയ്തൊക്കെയാണ് പടം കൊണ്ടുവരുന്നത്. കാരണം അതുപോലെ കൊണ്ടുവന്നാലേ ഇഷ്ടപ്പെടത്തുള്ളൂ, എന്തോ ഫാമിലി പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അതൊക്കെ ചുമ്മാതെ ഉള്ളൊരു തോന്നലാണ്. അപ്പം ഇപ്പം ഈ ഒരു പടത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ U/A സർട്ടിഫിക്കറ്റാണ്. ഇപ്പം ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് A സർട്ടിഫിക്കറ്റ് കിട്ടണോ, ഇതുപോലത്തേക്കുള്ള പടത്തിന് A സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. കാരണം കൂടുതൽ ഫൈറ്റും ആക്ഷനും രക്തത്തിൻ്റെയൊക്കെ ഇതൊക്കെ കാണിക്കുവാണെങ്കിൽ സാധാരണ A സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഫാമിലി പാസങ്ങളും വിജയുടെ പിന്നെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും U/A സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇത് കാണാൻ വേണ്ടി പോകുന്ന പിള്ളേരും ഉണ്ട്. പിള്ളേരെ രസിപ്പിക്കാനൊക്കെ വിജയ് നോക്കണ്ടേ. പണ്ടൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പണ്ടൊക്കെ എനിക്ക് വിജയ് ചെയ്യുമ്പോൾ അത് ചിരിയൊക്കെ വരുമായിരുന്നു. അതായത് പണ്ട് ആ അഴകിയ തമിഴ് മകൻ ആ സമയത്തൊക്കെ വിജയ് ചെയ്താൽ ഇത് ഓക്കെ ആയിരുന്നു. ഇപ്പം പുള്ളി ആ ഒരു കാലം മാറുന്നതനുസരിച്ച് പടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് സീരിയസ് ആയിട്ട് മാറണം. ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇതേപോലെ കോപ്രായം കാണിക്കുന്നത് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്നവർ കാണും, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഇതുപോലത്തെ കോപ്രായം കാണിക്കുന്നത്. പിന്നെ റെഫറൻസ് എടുത്ത് കാണിക്കുന്നത്. ഇപ്പം കത്തി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമയ്ക്കകത്തൊക്കെ കാണും പുള്ളിയുടെ പഴയ സിനിമയ്ക്കകത്തുള്ള ഓരോ റെഫറൻസുകൾ എടുത്ത് കാണിച്ച് വെറുപ്പിക്കാറുണ്ട്. ഇപ്പോൾ ആദ്യമേ കാണിക്കുവാണെങ്കിൽ ഓക്കെ, രണ്ടാമത് കാണിച്ചാലും ഓക്കെ, പിന്നെ കാണിക്കുമ്പം നമുക്ക് മടുക്കും. അതാണ് പുള്ളി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെറുപ്പിയിലാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ ആം വെയിറ്റിംഗ് എന്നുള്ള ഒരു ഡയലോഗ്, അത് തുപ്പാക്കിയുടെ അകത്ത് ഇൻ്റർവെൽ സമയത്ത് ഉപയോഗിച്ചതാണ്. ആദ്യമേ കണ്ടപ്പോൾ അത് മാസമായിട്ട് ഞാനത് ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ്. അപ്പം ആ ഒരു ഡയലോഗിന് കിട്ടിയ ഒരു ഇമ്പാർട്ടൻ്റ് എന്തുവാണെന്ന് നമുക്ക് തിയേറ്ററിൽ കണ്ടേ. തിയേറ്റർ പൊട്ടിയില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്കും വലിയ എന്ന് വെച്ചാൽ ആ ഒരു സീന് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം 12 പേരെ എന്തുവാ മിഷൻ നടത്തി അതും പൊട്ടിച്ചിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു സീൻ അത് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഡയലോഗ് അതിന് ചേരും. പക്ഷേ ഇനി എല്ലാത്തിനകത്തും വെയിറ്റിംഗ് കിട്ടുന്നത് മോശം തന്നെ. പിന്നെ മാർസലിനകത്ത് ഇൻട്രോ സീനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സീനുണ്ട്. അതിനകത്ത് പുള്ളി ആ ഇൻട്രോയ്ക്കകത്ത് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത്. കാരണം 2 വിലങ്ങായിട്ടേക്കുന്നത്. ആ വിലങ്ങ് ഒരു കൈ പൊക്കിയായിരിക്കും പുള്ളി കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് 2 അതിൻ്റെ കൂടെ കയറി വന്ന്. അപ്പോൾ അതിൻ്റെ അതൊരു സ്റ്റൈലാക്കി കൊണ്ടുവന്നത്. ഇതിൻ്റെയൊക്കെ റെഫറൻസ് കാണിച്ചാലേ പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്. കാരണം വിജയ് അത് കാണിച്ച് കോമഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ബീസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ അടുത്ത കാലത്ത് കില്ല് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി കാണും. ആ കില്ല് നോക്കി പറഞ്ഞാൽ ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. പക്ഷേ അത് A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ A അല്ല, ചോര ഒത്തിരി കാണിക്കുവാണെങ്കിൽ അതിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് A എന്ന് പറഞ്ഞാൽ. അപ്പോൾ A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. അപ്പോൾ അത് എന്തോ ആ ഒരു മോഡലിൽപ്പെട്ട പടമാണ് ബീസ്റ്റ്. അതിനകത്ത് കുറച്ച് കോമഡിയും ഇതുമൊക്കെ കയറ്റി കുളമാക്കി കൊടുത്ത്. ആ ഒരു കില്ല് പോലെ എടുത്തെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് പടം ഹിറ്റാവേണ്ട ഒരു പടമായിരുന്നു ബീസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു തീമായിരുന്നു. അത് പോട്ടെ. ഇപ്പോൾ ഈ ഗോട്ടിനകത്തോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ മൊത്തം ദുരന്തം പോസ്റ്ററായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പോസ്റ്ററാണ്, അതായത് ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയൊരു പോസ്റ്ററാണ്. വിജയ് ഇതിനകത്തൂടെ ഫ്ലാറ്റിൻ്റെ പുറത്തൂടെ ഇറങ്ങുന്നൊരു സീനുണ്ട്.
ആ ഒരു സീൻ എനിക്ക് ആ ഒരു പോസ്റ്റർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ഓർമ്മ വന്നു പറഞ്ഞാൽ ടോം ക്രൂസിൻ്റെ പഴയ ഒരു സിനിമ എനിക്ക് ഓർമ്മ വന്നത് മിഷൻ ഇമ്പോസിബിൾ 4 ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ബൂർജ് ഖലീഫയൊക്കെ അകത്തൂടെ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഡൂപ്പൊന്നുമില്ല, പുള്ളിക്കാരൻ ഡൂപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ അതേപോലെ ആ ഒരു സീൻ അത്ര ക്ലാരിറ്റിയോടെ എടുത്ത് വിജയ് ചെയ്താൽ നല്ലതായിരിക്കും. ഡൂപ്പ് വിജയ് ചെയ്യുമ്പം അതിൻ്റെ ഇടയിലുള്ള പോരായ്മകൾ കാണും. പക്ഷേ ഈ എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ ആ സീൻ നല്ലതായിരിക്കും. പക്ഷേ അത് കുറച്ച് ദൈർഘ്യം വേണം. അല്ലാതെ ഒരു സോങ്ങിൻ്റെ ഇടയ്ക്ക് ചുമ്മാതില്ലേ മാറ്റി മാറ്റി കാണിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് അത്. അപ്പം ആ ടോം ക്രൂസിൻ്റെ സീൻ കണ്ട് കിളി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ ഫസ്റ്റ് കണ്ടത് ലാപ്ടോപ്പിലല്ല കമ്പ്യൂട്ടറിലാണ് ഞാൻ കണ്ടത്. ഒരു 10 വർഷം മുമ്പ് എനിക്കൊന്ന് കത്തി ഇറങ്ങുന്ന ആ സമയത്താണ് ഞാനിത് കാണുന്നത് ആദ്യമായിട്ട്. അന്നേരം കണ്ട് കിളി പോയ സിനിമ. കാരണം ഓരോ സീനും ഓരോ ഷോട്ടും കണ്ട് കൈ വീർത്തിട്ടുണ്ട് ആ ഒരു സീൻ കണ്ടിട്ടേക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു മിഷൻ അതിനകത്ത് കാണിച്ചെങ്കിൽ അത് കിടിലിനായിരിക്കും. അല്ലാതെ പിന്നെ ബാക്കിയെല്ലാം കണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമല്ലാതെ തോന്നിയെന്ന് പറഞ്ഞാൽ ഫാമിലി അതിനകത്ത് കയറ്റിക്കൊണ്ട് വരണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ആക്ട്രസ്മാരെന്ന് പറഞ്ഞാൽ ആക്ടർമാരോട് ചേർന്ന് നിൽക്കുന്ന ആക്ട്രസ്മാരായിരിക്കും. അപ്പോൾ അവർക്ക് ഫൈറ്റൊക്കെ ചെയ്യുന്ന കുറേ ആക്ടർമാരെയൊക്കെ കണ്ടുപിടിച്ചാൽ അതൊക്കെ നല്ലത്. ഇപ്പം റൊമാൻറ്റിക് പഴയ ഒരു വിജയ് പടത്തിൻ്റെ കൂട്ട് റൊമാൻറ്റിക്കും ഫൈറ്റ് അതൊക്കെ മാറ്റണം. അതൊക്കെയുള്ള എനിക്ക് ഇതിനകത്ത് ദഹിക്കാതെ കിടക്കുന്നത്. പിന്നെ റെഫറൻസും അവസാനം ഗില്ലിയുടെയൊക്കെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പടം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പിന്നെ വിജയുടെ അത് ഞാൻ റിവ്യൂ വരുമ്പോൾ ഞാൻ പറയാം. റിവ്യൂ വരുമ്പം ബാക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട റെഫറൻസ് ഒന്നും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ട്രെയിലർ കട്ടിങ് ഒരു കാര്യം പറഞ്ഞു, ട്രെയിലർ കട്ടിങ്ങിൻ്റെ കാര്യം. ട്രെയിലർ കട്ടിങ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു മിഷനൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാകുമ്പോൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് കൂടുതൽ കാണിച്ചാൽ മതിയായിരുന്നു. ഈ ഫാമിലിയൊക്കെ ഇടയ്ക്ക് കയറ്റി ആ ഒരു ട്രെയിലർ കട്ടിങ് എനിക്ക് ട്രെയിലർ എഡിറ്റിങ് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലർ എന്ന് പറഞ്ഞാൽ വിജയുടെ തലേവ ഇപ്പോഴായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലർ തലേവയുടെ ട്രെയിലറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കത്തിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണാൻ നമുക്ക് തോന്നണം. അത് എനിക്ക് തലേവയ്ക്കും കത്തിക്കും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും ബോർ ട്രെയിലർ എന്ന് പറഞ്ഞാൽ ജില്ലയുടെ ഏറ്റവും ബോർ വിജയുടെ തലവയല്ല ജില്ലയും ഭൈരവയും ഏറ്റവും ബോർ ട്രെയിലറായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി സെപ്റ്റംബർ 5-ന് കാണാം. റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.